ഹലോ. ഇത്തവണ ഞാൻ വീട്ടിൽ പോയത് മുതൽ ഓരോ വീഡിയോസായിട്ട് ഇടുമ്പോൾ ഒരുപാട് പേര് വാട്സപ്പിലൂടെ എന്നെ അറിയുന്ന ആളുകൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഇന്ന് ഇടാൻ പോകുന്നത്. അതായത് നമ്മുടെ പുതിയ വീടിൻ്റെ ഹോം ടൂറാണ് കേട്ടോ ചെയ്യുന്നത്. ഈ വീഡിയോ ഞാൻ ഒരു ദിവസം തന്നെ മൊത്തത്തിൽ ഷൂട്ട് ചെയ്തതല്ല. അതുകൊണ്ട് പല സമയങ്ങളിലും വീടിൻ്റെ അറേഞ്ച്മെൻറ്റ്സിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കയറി ചെല്ലുന്ന ഭാഗമാണേ. വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു സോഫ പോലെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് മരത്തിൻ്റെ ഒരു കസേരയുണ്ട്. അത് നല്ല സുഖമാണ് കേട്ടോ. സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ പ്രഭാതങ്ങളിലൊക്കെ വന്നിരിക്കാനായിട്ട് ഭയങ്കര രസമാണ് അവിടെ നിന്നാണ് കിളികളുടെ ശബ്ദവും. അതിൻ്റെ ഇടതുഭാഗത്തായിട്ട് തോടാണ് കേട്ടോ. ആ തോട്ടിലെ വെള്ളത്തിൻ്റെ ഇരമ്പലും ഒക്കെ കേട്ടിങ്ങനെ ഇരിക്കാം. ഇനി അകത്തേക്ക് കയറി വന്നാൽ ഇതാണ് നമ്മുടെ മെയിൻ ഹോളിൽ അന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു സോഫയാണുള്ളത്. ഇപ്പോൾ അതിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയ ടീപ്പോയും കൂടെ വന്നിട്ടുണ്ട്. ഇനി ഇത് റൈറ്റ് സൈഡിലേക്ക് ഒരു വാഷ് ബേസിൻ സെറ്റപ്പാണ്. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മിററാണ് കേട്ടോ. ഇപ്പോഴത്തെ പുതിയ മോഡലിലുള്ള മിററാണ്. താഴെ 2 കബോർഡുണ്ട് സ്റ്റോറേജിന് വേണ്ടിയിട്ട്. ഇനി അവിടുന്ന് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. മെയിൻ ഹാളിൽ നിന്ന് എൻട്രി വരുന്ന പോലെയാണ് കേട്ടോ ഈ ബാത്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിയുമ്പോൾ അവിടെ തന്നെ ഒരു ബെഡ്റൂമുണ്ട്. ബെഡ്റൂമുകളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജും കൂടി കണ്ടുകൊണ്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലും കബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കബോർഡിന് ഇനി ഡോറ് വെക്കാനുള്ളതാണ് കേട്ടോ. ആ ഒരു പണിയാണ് നമുക്കിനി ബാക്കിയുള്ളത്. എന്തൊക്കെ പണികളെടുത്താലും അവസാനം കുറച്ച് എന്തെങ്കിലുമൊക്കെ മിച്ചം വരുമല്ലോ, അതിൽ പെട്ട ഒന്നാണിത്. എല്ലാ റൂമിലും ഇതുപോലെ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ഞാൻ അടുത്ത ദിവസം എടുത്തതാണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ്. നടുക്കായിട്ട് ഒരു ടീപ്പോയും കൂടി വന്നിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ഇതാണ് കേട്ടോ എൻ്റെ റൂം. അവിടെ ഹാളിൽ നിന്ന് തന്നെയാണ് എൻട്രി ഉള്ളത്. ഇത് നമ്മുടെ ബെഡ്റൂമാണ്. അവിടെ ഇതുപോലെ തന്നെ കബോർഡും സ്റ്റോറേജും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അയൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടേബിളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആധികാരികമായിട്ട് ഞാൻ എൻ്റെ റൂമെന്ന് പറഞ്ഞാലും നിലവിലിത് ഗസ്റ്റ് റൂമായി വരും. കാരണം എപ്പോഴെങ്കിലുമാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ വരാറുള്ളത് കേട്ടോ. ഇനി ഇവിടെ TV സെറ്റ് ചെയ്തിട്ടുണ്ട്. TVക്കൊക്കെ ബോർഡിൻ്റെ പണികൾ ഇനിയും ബാക്കിയാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഈ റൂം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പപ്പയുടെ അമ്മയുടെ ബെഡ്റൂമാണ്. അത് സൈഡിലേക്ക് വന്ന് അതിൻ്റെ വാതിൽ ഇങ്ങോട്ട് ചെരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ നോട്ടം കിട്ടുന്ന ഒരു വിധത്തിലല്ല ഈ ബെഡ്റൂമിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഈ ജനലിൻ്റെ അപ്പുറത്ത് വശത്ത് തോടാണ്. അതുകൊണ്ട് ആ ബെഡ്റൂം ഒരുപാട് പ്രിയപ്പെട്ടതാണ് കേട്ടോ എനിക്ക്. ഈ ബെഡ്റൂമിൽ 2 കബോർഡ് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളോ ഗുളികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാനായിട്ട് ഇങ്ങനെ ഒരു ചെറിയ കബോർഡും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം ഡോറും കൂടി വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി നല്ല രീതിയിൽ വരിക അല്ലേ. ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഈ ബെഡ്റൂമിലാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ഇതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. വോളിൽ കൊടുത്തിരിക്കുന്ന മിററൊക്കെ നമ്മൾ പിന്നെ സെറ്റ് ചെയ്തതാണ്. പക്ഷേ അതെല്ലാം ആ കളറിങ്ങുമായിട്ട് ആ കളർ കോഡുമായിട്ട് നല്ല രീതിയിൽ മാച്ചായിട്ട് പോകുന്നുണ്ടല്ലേ. ഹാളിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിടന്നുകൊണ്ടൊക്കെ TV കാണാൻ പാകത്തിന് ഒരു ദിവാങ്കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് ഡൈനിങ് റൂമാണ്. ഇവിടെയാണ് ഫ്രിഡ്ജും വെച്ചിരിക്കുന്നത് കേട്ടോ. എനിക്കിതിനെ പറ്റിയിട്ടൊന്നും ഒരുപാട് ആധികാരികമായിട്ടൊന്നും പറയാനറിയില്ലേ. അതിങ്ങനെ അത്യാവശ്യം ഭംഗിയിൽ വീഡിയോ എടുത്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇനി അവിടെ നിന്ന് അടുക്കളയിലേക്കാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ അടുക്കള. അത് നല്ല രീതിയിൽ കബോർഡുകളെല്ലാം ഡോറെല്ലാം പിടിപ്പിച്ച് ഇത് ഫുൾ സെറ്റിങ് കഴിഞ്ഞതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറേ സാധനങ്ങളും കൂടി സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇതാണ് സ്റ്റോർ റൂം. അടുക്കളയിൽ നിന്ന് തന്നെയാണ് കേട്ടോ സ്റ്റോർ റൂമിലേക്കുള്ള എൻട്രി. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചെറിയ വർക്ക് ഏരിയ. ഈ വർക്ക് ഏരിയയിലാണ് നമ്മുടെ മെയിനായിട്ടുള്ള അടുക്കള പരിപാടികളൊക്കെ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം 2 ഗ്യാസ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അടുപ്പ് നമ്മൾ വെച്ചിട്ടില്ല. ഇനി ഈ ഭാഗം ഒരുപാട് പ്രത്യേകതകളാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഒരു അലക്ക് കല്ല്, അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.